ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഹോം മെയ്ഡ് ഷവർമയാണ്. വെൽക്കം ടു ദ വീഡിയോ. നമ്മൾ 200 ഗ്രാം ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചത്, 1/2 ടേബിൾ സ്പൂൺ നാരങ്ങ നീര്, 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ, 1/2 ടീസ്പൂൺ ഉപ്പ്. നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതൊരു 2 മണിക്കൂർ നമ്മളൊന്ന് മാറിനേറ്റ് ചെയ്ത് വെച്ചാൽ നല്ല ഫ്ലേവറൊക്കെ അതിലേക്കൊന്ന് പിടിക്കും. നമുക്ക് 2 മണിക്കൂർ ഒന്ന് മാറിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഹോം മെയ്ഡ് കുബൂസ് ഉണ്ടാക്കാം. അതിനായിട്ടൊരു ബൗൾ എടുത്ത് അതിലേക്കൊരു 1/4 കപ്പ് ഇളം ചൂടുവെള്ളം ഒഴിക്കാം. എന്നിട്ട് 1 ടീസ്പൂൺ പഞ്ചസാര, 1 ടീസ്പൂൺ ഈസ്റ്റ്, ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് യൂസ് ചെയ്യുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് നമുക്ക് ഈസ്റ്റ് ഒന്ന് പൊങ്ങി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഈസ്റ്റ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് കഴിക്കാം. ഒരു ബൗളെടുക്കുക. അതിലേക്ക് 1 കപ്പ് മൈദ, 250 ഗ്രാം മൈദ ചേർക്കുക. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നമ്മുടെ ഈസ്റ്റ് നന്നായിട്ട് പൊങ്ങി വന്ന ഈസ്റ്റ് അതും കൂടെ ചേർത്ത് നമുക്ക് കുറേശ്ശായിട്ട് ഒഴിച്ചെടുക്കാം. ചപ്പാത്തിക്ക് മാവ് കഴിക്കുന്നത് പോലെ കുറേശ്ശെ, ഇത് ഇളം ചൂടുവെള്ളം തന്നെയാണ്, അതും കൂടെ കുറച്ച് ചേർത്ത് നമുക്ക് നന്നായിട്ട് കുഴച്ചെടുക്കാം. നമ്മുടെ മാവ് നന്നായിട്ട് നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ശകലം ചപ്പാത്തിയുടെ മാവിനെക്കാട്ടും ശകലം ലൂസായിട്ടാണ് കുഴച്ചിരുന്നത്. ഇനി നമുക്കിതിലേക്ക് ശകലം സൺഫ്ലവർ ഓയിലാണ്. ഓയിലൊന്ന് പുരട്ടി ഒന്നും കൂടെ ഒന്ന് നന്നായിട്ട് കൈ കൊണ്ടൊന്ന് കുഴച്ച് ഇതിനെ ഒരു 4 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ നമ്മുടെ ഈ മാവൊക്കെ നന്നായിട്ട് പൊങ്ങി ഡബിളായിട്ട് കിട്ടും. അപ്പോൾ നമുക്കിനി ഒരു 4 മണിക്കൂർ നമ്മുടെ മാവൊന്ന് റെസ്റ്റ് ചെയ്യാൻ എണ്ണയൊക്കെ ഒന്ന് തടവി റെഡിയാക്കി വെക്കാം. അപ്പം നമ്മുടെ ഡോയൊക്കെ ഒരു 4 മണിക്കൂർ കഴിഞ്ഞ് നന്നായിട്ട് ഡബിളായി കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊന്ന് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് ഡോ വന്നിട്ടുണ്ട്. നമുക്കിതിനെ 3 എണ്ണമാക്കി മാറ്റാം. നമുക്ക് ഓരോന്നിനെ ഒന്ന് ഷേപ്പ് ചെയ്തൊന്ന് ശകലം മൈദ ഒന്ന് തൂവി ഒന്ന് പരത്തിയെടുക്കാം. കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് മൈദ ഒന്ന് വിതറി പരത്തിയിടും. നമ്മുടെ കൈ കൊണ്ട് ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ നല്ല രീതിക്ക് ആകുന്നുണ്ട്. നമ്മുടെ ചപ്പാത്തിയുടെ അത്രയും തിന്നായിട്ട് നമ്മളൊന്ന് ആക്കണ്ട, അതിലും ശകലം കൂടെ കാണായിരുന്നുണ്ട്. പരത്തി നല്ല ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചുട്ടെടുക്കാം. നമ്മുടെ കുബൂസ് ഒന്ന് ചുട്ടെടുക്കാം. അതിനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടാക്കിയിട്ട് നമ്മുടെ കുബൂസ് എന്നിട്ട് ഇട്ട് കൊടുക്കാം. ഈ ഒരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. ഒരു സൈഡ് ഒന്ന് റെഡി ആകുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ചെറിയ ചെറിയ കുമ്പിടകളൊക്കെ വന്ന ഉടനെ നമുക്ക് നമ്മുടെ കുബൂസ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കുക. നമ്മുടെ കുബൂസൊക്കെ പൊങ്ങി വരുന്നുണ്ട്. നന്നായിട്ട് നമ്മുടെ കുബൂസ് പൊങ്ങി വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ കുബൂസൊക്കെ നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതും ചുട്ടെടുക്കാം. ഇപ്പം നമ്മുടെ കുബൂസ് എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. നല്ല മയത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട്.
നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ തന്നെയാണ്. 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ മാറിനേറ്റ് ചെയ്ത് വെച്ച ചിക്കന് ഇട്ട് കൊടുക്കാം. വൺ സൈഡ് ഒന്ന് കുക്കായിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ചിക്കനൊക്കെ 2 സൈഡ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. ചിക്കനൊക്കെ ഒന്ന് നമ്മൾ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ മിക്സ് ഒന്ന് റെഡിയാക്കാം. ഒരു ബൗൾ എടുക്കുന്നുണ്ട്. ആ ബൗളിലേക്ക് നമുക്ക് ഒരു പകുതി സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ചെറിയ ക്യാരറ്റ് ചെറുതായിട്ടൊന്ന് അരിഞ്ഞത്, രണ്ടും ഇട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്കൊരു ചെറിയ നാരങ്ങ നീരൊരു ശകലം പിഴിഞ്ഞൊഴിച്ച് കൊടുക്കാം. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ ചിക്കൻ ആഡ് ചെയ്യാം. ചിക്കൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ മയോണൈസ് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മിക്സ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഷവർമയിലേക്ക് എല്ലാം ഫില്ല് ചെയ്ത് നമുക്ക് റോൾ ചെയ്ത് എടുക്കാം. നമ്മുടെ ഷവർമയിലേക്ക് നമുക്ക് മയണൈസ് ഒന്ന് തേച്ച് കൊടുക്കാം. നമുക്ക് മയണൈസ് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ജസ്റ്റ് ഒന്ന് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് സ്പ്രെഡ് ചെയ്യൊന്നും വേണ്ട. ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഫില്ലിങ് വെക്കാം. ഫില്ലിങ് നമുക്കിങ്ങനെ ചരിച്ച് റോള് ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ ചരിച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫില്ലിങ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റോൾ ചെയ്തെടുക്കാം. നമുക്ക് ബാക്കിയുള്ള എല്ലാം ഇനി ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. സ്വാദിഷ്ടമായ ഷവർമ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത റെസിപ്പിയുമായി നമുക്ക് അടുത്ത വീഡിയോ കാണാം. താങ്ക് യു.